ിലേക്ക് സ്വാഗതം. ഭ്രമയുഗം ഇന്നലെ വിറ്റുപോയത് 127K ടിക്കറ്റുകളാണ്. ആദ്യ ദിനം നമുക്ക് കാണാൻ കഴിയുക 140Kക്ക് മുകളിലുള്ളതാണ്. അതായത് 1,40,000-ന് മുകളിലാണെങ്കിൽ ഇന്നലെ വിറ്റുപോയത് 1,27,000-ന് മുകളിലുള്ള ടിക്കറ്റുകളായിരുന്നു എന്നുള്ളതാണ്. അതായത് കഴിഞ്ഞ 24 മണിക്കൂറിലൂടെയാണ്. ആദ്യ ദിനത്തേക്കാൾ കൂടുതൽ കളക്ഷൻ രണ്ടാം ദിവസത്തേക്കാൾ കൂടുതൽ കളക്ഷൻ മൂന്നാം ദിവസവും വരുമോ? അങ്ങനെയാണ് ഇപ്പോൾ ഒരു നോട്ടത്തിലേക്ക് വരുന്നത്. മൂന്നാം ദിവസം നമുക്ക് പറയാനുള്ളത് എങ്ങനെ ടിക്കറ്റ് ഇല്ല. കാരണം അഡ്വാൻസ് ആയിട്ട് തന്നെ സിനിമയുടെ ടിക്കറ്റ് ബുക്കിംഗ് അങ്ങനെ നിൽക്കുകയാണ്. റെസ്റ്റ് ഓഫ് ഇന്ത്യയിലെ കാര്യമാണ് നമ്മളിവിടെ പറഞ്ഞത്. കേരളത്തിൽ ഇന്നലെ ചെറിയ ഒരു ഇടിവുണ്ടായിരുന്നു എന്നുള്ളതാണ് വാസ്തവമായിട്ടുള്ള കാര്യം. ഇനിയും ഇന്നത്തെ ദിവസം നോക്കുകയാണെങ്കിൽ കേരളത്തിനെയും ഞെട്ടിച്ചുകൊണ്ട് തന്നെ ആയിരിക്കും GCC മുന്നോട്ട് പോകുന്നത്. GCC രാജ്യങ്ങളിലെ കുതിപ്പ് കാണുമ്പോൾ ഒരു രക്ഷയുമില്ല. ഇതൊരു പക്ഷേ അവിടെ ഇറങ്ങിയിരിക്കുന്ന അല്ലെങ്കിൽ അവരുടെ നാട്ടിലെ സിനിമ പോലെയാണ് തോന്നുന്നത്. എന്നിട്ട് കേരളത്തിൽ റിലീസ് ചെയ്ത പോലെയുള്ള ഒരു രീതി. അതായത് കേരളത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് തന്നെയാണ് ഈ പറഞ്ഞ പോലെ GCC രാജ്യങ്ങളിൽ ഈ സിനിമയുടെ പോക്ക്. അതുമാത്രമല്ല, സിനിമ റിലീസ് ചെയ്തത് 35ഓളം രാജ്യങ്ങളിലാണ്. ഈ 35 രാജ്യങ്ങളിലും സിനിമ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നു എന്നുള്ളതാണ്. ഇന്ത്യ, UAE, സൗദി അറേബ്യ, ഒമാൻ, കുവൈറ്റ്, ഖത്തർ, ബഹ്റിൻ, UK, ജർമ്മനി, അയർലൻഡ്, മാൾട്ട, ഉസ്ബെക്കിസ്ഥാൻ, ജോർജിയ, ഫ്രാൻസ്, പോളണ്ട്, ഇറ്റലി, ഓസ്ട്രിയ, നോർവേ, മോൾഡോവ, ഡെൻമാർക്ക്, ലാറ്റ്വിയ അങ്ങനെ തുടങ്ങി റഷ്യ വരെയുള്ള രാജ്യങ്ങളിൽ ഈ സിനിമ ട്രെൻഡിങ്ങിൽ നിൽക്കുന്നു എന്നുള്ളത് തന്നെയാണ്. നമുക്കറിയാം, മികച്ച സിനിമകൾ ഓടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് വീണ്ടും ഒരു നല്ല സിനിമ വരുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു ഇമ്പാക്റ്റ് തിയേറ്ററുകളിലുണ്ടാകും. കാരണം ഇവിടെ തിയേറ്ററുകളിൽ കുറവാണ് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടുത്തെ കളക്ഷൻ കുറവ്. അതേപോലെ തന്നെ ഈ സിനിമ ഇപ്പോൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്തിരിക്കുന്നത് വളരെ മോശമായിട്ട് തന്നെയാണ് എന്നുള്ളതാണ്. ഇതിപ്പോൾ ഫാൻസ് മാത്രമല്ല, എതിരാളികളും എല്ലാവരും പറയുന്ന അല്ലെങ്കിൽ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യം തന്നെയാണ്. 2 ദിവസം കൊണ്ട് സിനിമ അമ്മാതിരി ഞെട്ടിക്കലാണ് ഞെട്ടിച്ചിരിക്കുന്നത്. അതായത് രണ്ടാം ദിവസവും സിനിമയ്ക്കുണ്ടായിരുന്നത് 110-ന് മുകളിലുള്ള എക്സ്ട്രാ ഷോസ്. അതായത് അത് കാണിക്കുന്നത് തന്നെ നമുക്കൊരു കാര്യം മനസ്സിലാക്കാം, തിയേറ്ററുകളുടെ കൗണ്ട് കുറവാണ്. ഒരു 200 തിയേറ്ററുകൾ കൂടി ഇവിടെ ഉണ്ടെങ്കിൽ പോലും ഈ സിനിമയ്ക്ക് അത്രത്തോളം ജനങ്ങൾ കയറുന്നു എന്നുള്ളതാണ്. ഒരു കാര്യം എടുത്തു പറയാം, ഈ സിനിമ കാണുമ്പോൾ നല്ല തിയേറ്ററിൽ പോയി കാണുക. കാരണം ക്വാളിറ്റി ഉള്ള ഒരു സിനിമയാണിത്. നമുക്ക് സൗണ്ടും അതേപോലെ വിഷ്വലും എല്ലാം അമ്മാതിരി ഉള്ള ഒരു പടം തന്നെയാണ്. ഇത് വല്ലപ്പോഴുമാണ് മലയാളത്തിൽ ഇങ്ങനെ, അല്ലെങ്കിൽ വല്ലപ്പോഴല്ല, ഇതുവരെ ഉള്ളതിനകത്തിൽ എൻ്റെ ഓർമ്മയിൽ 2 സിനിമകളാണ്. ഒന്ന് റോഷാക്കും, രണ്ടാമത് ഈ ഒരു സിനിമയുമാണ്. ഇവിടെ കാശോ കളക്ഷനോ അല്ല നമ്മൾ നോക്കുന്നത്. തീർച്ചയായും നമ്മൾ കാണേണ്ടത്, ഈ സിനിമ കാണുന്നെങ്കിൽ നല്ല തിയേറ്ററിൽ പോവുക, കാശ് ഇച്ചിരി കൂടിയാലും മികച്ച രീതിയിലുള്ളൊരു എക്സ്പീരിയൻസ് വരിക. പലപ്പോഴും സിനിമ കാണുമ്പോൾ ചില കീടങ്ങൾ പുറകിലും മുമ്പിലുമൊക്കെ ഇരുന്ന് വലിയ ഷോ കാണിക്കലുണ്ട്. അതായത് ചലച്ചുകൊണ്ടിരിക്കും എന്നുള്ളത്. അതായത് സിനിമ കാണുമ്പോൾ താല്പര്യമില്ലാത്തവൻ ഇറങ്ങിപ്പോവുക, അല്ലെങ്കിൽ സിനിമയ്ക്ക് ടിക്കറ്റ് എടുക്കാതിരിക്കുക. ഇത് എനിക്കുണ്ടായ ഒരു അനുഭവം തന്നെയാണ്. ഞാൻ സിനിമ കാണാൻ കയറി കഴിഞ്ഞപ്പോൾ പുറകിലിരുന്ന് 4-5 പേര് വന്നിട്ട് ചുമ്മാ വർത്താനം പറഞ്ഞു. അത് നമ്മുടെ ഉള്ള മൂഡ് അങ്ങ് പോവുക എന്നുള്ളത് തന്നെയാണ്. ഈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ഒരു കൗണ്ടർ അടിക്കുകയൊക്കെ ആണെങ്കിൽ പോവാം, അല്ലെങ്കിൽ സിനിമ എന്തെങ്കിലും വർത്തമാനങ്ങൾ പറയണം. ഇത് വെറുതെ ഇരുന്നിട്ട് ഇതെന്ത് പടം, അങ്ങനെ പടം എന്നൊക്കെ പറഞ്ഞിട്ട് 15 മിനിറ്റ് കഴിഞ്ഞിട്ട് ഈ ചങ്ങാതിമാരെല്ലാം കൂടെ അനങ്ങാതിരുന്ന് സിനിമ കാണുന്നു. അത് കഴിഞ്ഞിട്ട് ഇൻ്റർവെൽ കഴിഞ്ഞ് കുറച്ച് നേരം ഇരിക്കുമ്പോൾ പിന്നെയും സംസാരിക്കും. പിന്നെ ഇവരുടെ പൊടി പോലും ഇല്ല, ഇവർ അതിനകത്തിൽ മുഴുകിയിരിക്കുന്ന ഒരു കാര്യം. അവിടെ ചെയ്യാൻ നമുക്ക് ശരിക്കും തോന്നുന്നത് എഴുന്നേറ്റ് നിന്നിട്ട് ചാടുക അവരുടെ മുമ്പിൽ, അവർ സിനിമയെ കാണാതിരിക്കുക. ആ ഒരു ഫീൽ നമ്മുടെ മനസ്സിലും അത്രയും ദേഷ്യം വന്നു പോകും. കാരണം നമ്മളുടെ മൂഡാണ് അവർ കളഞ്ഞിരിക്കുന്നത്. ഇത് ഒരുപാട് പേർക്കുണ്ടാവും. കാരണം ഇങ്ങനെ സിനിമാ തിയേറ്ററിൽ ഒരുപാട് പേര് കാണും. ഒരു കൂവലോ കയ്യടിയോ ഒന്നുമല്ല. ഇപ്പോൾ ഒരു പടം കാണുമ്പോൾ കൂവുന്നത് പോലും നമുക്ക് രസകരമാണ്. പക്ഷേ ഇത് അനാവശ്യമായിട്ട് തൊട്ടടുത്തിരിക്കുന്ന ആളുകളെ കാണിക്കാൻ വേണ്ടിയുള്ള ഷോകൾ കാണിക്കുന്ന ചെറുപ്പക്കാരുണ്ട്. അത് തന്നെയാണ്. അല്ലെങ്കിൽ വലിയ പ്രായമായിട്ടുള്ള ആൾക്കാരൊന്നും നമ്മളതിനകത്ത് കണ്ടിട്ടില്ല. അങ്ങനെ അതുകൊണ്ട് തന്നെയാണ് എടുത്തു പറയുന്നത്. അപ്പോൾ അങ്ങനെയുള്ളവർ ഒരു കാര്യം, ഈ വീഡിയോ ഒക്കെ കാണുന്നുണ്ടെങ്കിൽ പറയാം, ബാക്കിയുള്ളവർക്ക് ഉപദ്രവമാണ്. നിങ്ങൾക്ക് സിനിമ ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾക്ക് ഇറങ്ങിപ്പോവാം. ഇനിയും ഇഷ്ടപ്പെട്ടു എങ്കിൽ നിങ്ങൾക്ക് ഇത് പറഞ്ഞ ഷോ കാണിക്കാതെ ഇരിക്കാം. നിങ്ങൾക്ക് പിന്നീട് എപ്പോഴെങ്കിലും വന്ന് കാണാം. കാരണം ഒരുപാട് പേർക്ക് ഈ സിനിമ കാണുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്തിരുന്ന് കാണാൻ താല്പര്യമുള്ളതാണ്. ഇനിയും ബാംഗ്ലൂരിലേക്ക് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 56ഓളം ഷോകളാണ് ഫാസ്റ്റ് ഫില്ലിംഗ്. ചെന്നൈയിൽ 30ഓളം ഷോകളും, ഹൈദരാബാദിൽ 9-ന് മുകളിലും, ബോംബെയിൽ 10-ന് മുകളിലുമുള്ള ഷോകൾ ഫാസ്റ്റ് ഫില്ലിംഗ് ആണ് ഈ ഒരു നിമിഷം നമ്മൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ ട്രാക്ഡ് കളക്ഷൻസിൽ നിന്ന് മാത്രമായി സിനിമ 4 കോടിക്ക് മുകളിലേക്ക് കയറിയിരിക്കുന്നു. സിനിമ ഒരു രക്ഷയും ഇല്ലാതെ തന്നെ മുന്നോട്ട് പോകുന്നു. മലയാളത്തിൽ ഇത്രത്തോളം ഗംഭീരമായിട്ടുള്ള ഒരു സിനിമ നമ്മൾ കണ്ടിട്ടില്ല. മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഏറ്റവും മികച്ച സിനിമ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ബീസ്റ്റ് മോഡിൽ തന്നെയാണ് GCC ബോക്സ് ഓഫീസിൽ ഈ സിനിമ മുന്നോട്ട് പോകുന്നത്. അതായത് GCCയിൽ ഇന്നലത്തെയും കളക്ഷൻ 4 കോടിക്ക് മുകളിൽ വരും എന്നുള്ളത് തന്നെയാണ്. ഒരു രക്ഷയുമില്ല. ഒരു പക്ഷേ 5 കോടിക്ക് മുകളിൽ പോയാലും പ്രശ്നമില്ല, അല്ലെങ്കിൽ ആ റേഞ്ചിലേക്ക് വന്നാലും അത്ഭുതപ്പെടാൻ ഇല്ല എന്നുള്ളത് തന്നെയാണ്. ലാസ്റ്റ് 24 മണിക്കൂറിൽ 127K അടിക്കുമ്പോൾ ഇന്ന് അതിന് മുകളിലേക്ക് പോകും. കൊടുമ്പിരി കൊണ്ട ഒരു ഈ പറഞ്ഞ പോലെ നമുക്ക് കാണാൻ കഴിയുന്ന കൊടുമ്പിരി കൊണ്ട ഒരു മത്സരമാണ് 3 സിനിമകൾ തമ്മിൽ. അതിനകത്തിൽ 2 സിനിമകൾ തന്നെ ലീഡ് ചെയ്യുന്നു, പ്രേമലുവും അതേപോലെ
ഈ ഭ്രമയുഗവും എന്ന് തന്നെ പറയാം. എടുത്തു പറയേണ്ടത് 22,000 മുകളിലുള്ള അഡ്മിൻസ് ആണ് നമുക്ക് സിനിമയിൽ കാണാൻ കഴിഞ്ഞാൽ 409 ഷോകൾ ട്രാക്ക് ചെയ്ത് കഴിഞ്ഞപ്പോൾ UAE GCCയിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത് അത്രത്തോളം ഉള്ള ഒരു ആളുകളാണ്. തുടർച്ചയായി ഉള്ള ഒരു വമ്പൻ വിജയമായിട്ട് തന്നെ വരുന്നു. മമ്മൂട്ടിയുടെ ഗംഭീര പെർഫോമൻസ് അത് തന്നെയാണ് സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അതിനും ഇപ്പോൾ ഒരുപാട് ഡീറ്റെയിൽസ് ഈ ഒരു വീഡിയോയിൽ പറഞ്ഞു. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായെങ്കിലും സപ്പോർട്ട് ചെയ്ത് തരണം ഗ്രേറ്റ് മീഡിയാസ്.